2026 ഈ വർഷത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന പ്രവചന വചനം എന്താണ്? ഞാൻ ഈ ദിനങ്ങളിൽ ആത്മാവിൻ്റെ ആലോചനയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ പ്രകാശിപ്പിച്ച വചനം ഇതാണ്. നമ്മൾ 2026 കടക്കുമ്പോൾ ആത്മാവിനെ നമുക്ക് നൽകാനുള്ള പ്രൊഫറ്റിക് വേർഡ്, പ്രവചന വചനം, ജോയേൽ പ്രവചനം 2-ാം അധ്യായം 26-ാമത്തെ തിരുവചനമാണ്. നമുക്കൊന്നിച്ച് ഉച്ചത്തിലെ വചനം വായിക്കാം. നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് തൃപ്തിയടയും, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. എൻ്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ആമേൻ. 3 കാര്യങ്ങൾ ആത്മാവ് ഈ വചനത്തിൽ നമ്മൾ അറിയിക്കുകയാണ്. ഒന്നാമതായി, നിങ്ങൾ ഭക്ഷിച്ച് സംതൃപ്തരാകും. 2-ാമത്തെ വചനം പഠിപ്പിക്കുകയാണ്, ദൈവമായ കർത്താവിൻ്റെ നാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ ഞാൻ ഇടവരുത്തും. ഇനി എൻ്റെ ജനത്തിന് 3-ാമത് ലജ്ജിക്കേണ്ടി വരികയില്ല. എൻ്റെ സഹോദരങ്ങളെ, ആരെല്ലാം ആത്മാവിനെ സ്നേഹിക്കുന്നുവോ, പരിശുദ്ധാത്മാവിനെ അനുദിന ജീവിതത്തിൽ അനുസരിക്കുവാനായി വില കൊടുക്കുന്നുവോ, ദൈവവചനത്തിൽ ജീവിക്കുവാനായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവോ, അവർക്ക് ലജ്ജിക്കുവാൻ ഒരിക്കലും ആത്മാവ് ഇടവരുത്തുകയില്ല. അവർ ഭക്ഷിച്ച് സംതൃപ്തരാകും. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ കൃപകൾ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മാവിൻ്റെ ആനന്ദം, നമ്മളിന്ന് അപഹരിച്ചു കളഞ്ഞ ആത്മശക്തി, ഈ കാലഘട്ടത്തെ വിശുദ്ധീകരിക്കാൻ ആവശ്യമായ അതിസ്വാഭാവിക കൃപകൾ, നമ്മുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന സമാധാനം, നമ്മുടെ വ്യക്തിജീവിതത്തിന് ആവശ്യമായ ആത്മസാന്നിധ്യം, ഇതെല്ലാം ആവോളം അനുഭവിക്കാൻ പരിശുദ്ധാത്മാവ് തന്നെ സ്നേഹിക്കുന്ന ജീവിതങ്ങൾക്ക് ഇടവരുത്തുമെന്ന് നമുക്ക് ആലോചന തരികയാണ്. അവർ ഭക്ഷിച്ച് സംതൃപ്തരാകും. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. 2-ാമത് പരിശുദ്ധാത്മാവ് പറയുന്നു, അവർ എൻ്റെ അത്ഭുത നാമത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തും. നമ്മുടെ അധരങ്ങളിൽ നിന്ന് വിലാപത്തിൻ്റെയും നിരാശയുടെയും പരാതികളുടെയും പിറുപിറുപ്പുകളുടെയും വാക്കുകൾ മാറ്റി ദൈവസ്തുതിയുടെ, കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ദൈവസ്തുതിയുടെ ഘോഷം കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് മുദ്ര ചെയ്യും. ആരെല്ലാം ആത്മാവിനെ സ്നേഹിക്കുന്നുവോ, പരിശുദ്ധാത്മാവിനായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവോ, അപ്രകാരമുള്ള ജീവിതങ്ങളിലേക്ക് ദൈവസ്തുതിയുടെ ഉന്നതമായ അഭിഷേകം ആത്മാവ് പകരുകയാണ്. 3-ാമത്, അവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. നമ്മുടെ ശിരസ് കുനിഞ്ഞു പോകാൻ, നമ്മൾ അവമാനിതരാകാൻ, ലോകത്തിൻ്റെ മുൻപിൽ നമ്മൾ ഒന്നുമല്ലാത്തവരാകുവാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുകയില്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, തന്നെ അനുസരിക്കുന്നവർക്ക് വേണ്ടി തന്റെ അസാധാരണമായ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന വർഷമാണ് 2026. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞങ്ങൾ വിശ്വസിച്ച് ഈ പ്രവചനം ഏറ്റെടുക്കുന്നു, ഈ ആലോചന ഏറ്റെടുക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ ഇനി ചവിട്ടിക്കൂട്ടുവാൻ പരിശുദ്ധാത്മാവ് ആരെയും അനുവദിക്കില്ല. നിങ്ങൾ ലജ്ജിക്കേണ്ടി വരികയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അസാധാരണമായ പ്രവൃത്തികൾ ചെയ്യും. സഹോദരങ്ങളെ, ഇത് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനമാണ്. ജോയേൽ പ്രവചനം 2:24 നമ്മൾ കാണുന്നുണ്ട്, ഭക്ഷിച്ച് തൃപ്തി വരുത്തും, മെതിക്കളങ്ങളിൽ ധാന്യം നിറയും, ചക്കുകളിൽ വീഞ്ഞും എണ്ണയും നിറഞ്ഞു കവിയും. വീഞ്ഞും എണ്ണയും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നൊരു കൃപയിലേക്ക്, കവിഞ്ഞൊഴുകുന്നൊരു അനുഗ്രഹത്തിലേക്ക്, കവിഞ്ഞൊഴുകുന്ന അഭിഷേകത്തിലേക്ക് പരിശുദ്ധാത്മാവ്
നമ്മെ നയിക്കാൻ പോവുകയാണ്. ആരെല്ലാം അതിനായി ആത്മാവിനനുസരിക്കുന്നുവോ, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകളിൽ ജീവിക്കുന്നുവോ, അപ്രകാരമുള്ളവർക്കാണ്, അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്കാണ്, മിനിസ്ട്രികളിലേക്കാണ് ഈ അഭിഷേകം ആത്മാവ് പകർന്നു തരുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19:11 നാം ഈ ദിനങ്ങളിൽ കണ്ടു. അവിടെ വചനം പറയുന്നു, പൗലോസിന്റെ കരങ്ങൾ വഴി അസാധാരണമായ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമേ, അസാധാരണമായ അത്ഭുതങ്ങൾ, സാധാരണമായ കാര്യങ്ങളല്ല, അസാധാരണമായ പ്രവൃത്തികൾ, അസാധാരണമായ അത്ഭുതങ്ങൾ, അസാധാരണമായ കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസിന്റെ കരങ്ങൾ വഴി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു ആരെല്ലാം പരിശുദ്ധാത്മാവിനെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നുവോ, ആത്മാവിനോട് വിശ്വസ്തത പുലർത്തുന്നുവോ, അവരിലൂടെ തൻ്റെ സഭയിലും ലോകത്തിലും ഇതുപോലെ അസാധാരണമായ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവുകയാണ്. ലോകം അത് ദർശിക്കും. അനേകായിരങ്ങൾ അത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. സഹോദരങ്ങളെ, ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. അസാധാരണമായ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരുന്നു. യെസ്, ഒരു എക്സ്ട്രാ ഓർഡിനറി അനോയിന്റിങ് കർത്താവ് ഈ ഒരു വർഷം നമുക്ക് തരികയാണ്. 2026 മുതൽ 2033 വരെയുള്ള തുറന്നു വരുന്ന 7 വർഷങ്ങൾ നമുക്കറിയാം മഹാജൂബിലി വർഷമാണ്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവ പൈതലിനും സഭാ മക്കൾക്കും ഈ 7 വർഷങ്ങൾ വളരെ വിലപ്പെട്ട വർഷങ്ങളാണ്. പരിശുദ്ധാത്മ നമുക്ക് ഒരു അവസരം തരികയാണ്. അനേകം ആത്മാക്കളെ കർത്താവിനായി നേടുവാൻ, കർത്താവിൻ്റെ മഹത്വം ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ, ദൈവവചനത്തിൻ്റെ ധീരസാക്ഷികളായി ഈ തലമുറയിൽ പ്രശോഭിതരാകുവാൻ, ലോകരാജ്യങ്ങളെ ഇവാഞ്ചലൈസ് ചെയ്യാൻ, ദേശദേശാന്തരങ്ങളെയും ജനപദങ്ങളെയും റിവൈവ് ചെയ്യാൻ 7 കൃപയുടെ സംവത്സരങ്ങൾ പരിശുദ്ധാത്മ നമുക്കായി നൽകുന്നു. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തരുന്ന ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുതേ. അതിനുശേഷം നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അതികഠിനമായ ക്ലേശങ്ങള്, മഹാവിപത്തുകള് ലോകരാജ്യങ്ങളിൽ ആഞ്ഞടിക്കും. വെളിപാട് പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടങ്ങളിലേക്ക് ഈ ലോകം പ്രവേശിക്കാൻ പോവുകയാണ്. അതിനു മുൻപായി 7 കൃപയുടെ സംവത്സരങ്ങൾ ആത്മാവ് നമുക്കായി നൽകുന്നു. സഹോദരങ്ങളെ, ഒരു എക്സ്ട്രാ പവർ നമ്മൾ പ്രാപിക്കേണ്ട സമയമാണിത്. ഒരു എക്സ്ട്രാ അനോയിന്റിങ് നമ്മൾ കർത്താവിൽ നിന്ന് സ്വീകരിക്കേണ്ട നാളുകൾ. അപ്പോസ്തല പ്രവർത്തനം 9:22 വചനം പഠിപ്പിക്കുന്നു, സൗലാകട്ടെ കൂടുതൽ കൂടുതൽ ശക്തിയാർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചു. കൂടുതൽ കൂടുതൽ ശക്തി, മോർ പവർ, മോർ പവർ. ഉച്ചത്തിൽ പറഞ്ഞ കൂടുതൽ ശക്തി, കൂടുതൽ ശക്തി. ഇവിടെ സ്വരത്തിൽ പറഞ്ഞ മോർ പവർ, മോർ പവർ. ഇത് ആത്മാവിന്റെ ശക്തിയാണ്. ഇത് അധികമായ അഭിഷേകമാണ്. കൂടുതൽ കൂടുതൽ ആത്മശക്തിയോടെ യേശു തന്നെയാണ് ക്രിസ്തു എന്ന് പൊതുസമൂഹത്തിൽ തെളിയിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ പൗലോസ് നിർവഹിക്കുകയാണ്. കൂടുതൽ ശക്തി. അതേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നവർക്ക്, ആത്മാവിനെ അനുസരിക്കുന്നവർക്ക്, പരിശുദ്ധാത്മാവിന് വിശ്വസ്ത പുലർത്തുന്നവർക്ക്, ആത്മാവിന്റെ ആലോചനകൾ സ്വീകരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവർക്ക് കൂടുതൽ ശക്തി, മോർ പവർ, മോർ അനോയിന്റിംഗ്. പരിശുദ്ധാത്മാവ് പകരുന്ന സമയം, പകരുന്ന സമയം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ ഈ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് കൃപ ചെയ്യുന്നുണ്ട്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ശ്രേഷ്ഠ വചനമാണ്,
ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയില്ല. എത്രയോ അധികമായ അഭിഷേകത്തിലേക്ക്, അധികമായ കൃപകളിലേക്ക് പരിശുദ്ധാത്മാവ് തൻ്റെ മിനിസ്ട്രികളെ, തൻ്റെ ശുശ്രൂഷകരെ, തൻ്റെ പ്രവാചകരെ, തൻ്റെ അഭിഷിക്തന്മാരെ നയിക്കുന്ന കൃപയുടെ വർഷമാണ് 2026. ക്ലേശങ്ങളുണ്ടാകും, കൊടിയ പ്രതിസന്ധികളുണ്ടാകും, പിശാച് ശക്തമായ ആക്രമണങ്ങൾ നമുക്കെതിരെ അഴിച്ചുവിടും. നമ്മൾ ഭയപ്പെടേണ്ട. നമുക്ക് വേണ്ടി പൊരുതുവാൻ, നമ്മെ സഹായിക്കുവാൻ, നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല ഈ യുദ്ധത്തിൽ. പരിശുദ്ധാത്മാവാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നമ്മൾ അവനോട് ചേർന്ന് നിൽക്കുക, നമ്മൾ അവനനുസരിക്കുക, നമ്മൾ അവൻ്റെ സ്വരം സ്വീകരിക്കുക. അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. സഹോദരങ്ങൾ, എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 2026 ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ വർഷത്തിൽ പരിശുദ്ധാത്മാവ് 5 വാഗ്ദാനങ്ങൾ, 5 promises, 5 വാഗ്ദാനങ്ങൾ, പ്രവചന സന്ദേശങ്ങൾ ആത്മാവ് നമുക്കായി തരികയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ആ തിരുവചനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. ഒന്നാമത്തെ പ്രോമിസ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമേ. ഒന്നാമത്തെ വാഗ്ദാനം, ആരെല്ലാം പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നുവോ, ആത്മാവിനെ അനുസരിക്കുവാനായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവോ, ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ആവശ്യമാണ് സഹോദരങ്ങൾ. ഒരു ഈസി ഗോയിങ് അല്ല നമ്മുടെ വിശ്വാസ ജീവിതം. നമ്മൾ കെയർലെസ് ആവരുത്. നമ്മൾ വളരെ ഗൗരവമായി ജാഗ്രതയോടെ കർത്താവിനോട് ചേർന്നുള്ള നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മൾ കാണണം. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുവാനായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന അപ്രകാരമുള്ള കുടുംബങ്ങൾ, മിനിസ്ട്രികൾ, അവരെയെല്ലാം കർത്താവിൻ്റെ മഹത്വമായി പരിശുദ്ധാത്മാവ് ഉയർത്തുന്ന സമയമാണ് ഈ 2026. കർത്താവിൻ്റെ ഗ്ലോറിയായി, മഹത്വമായി തനിക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ പരിശുദ്ധാത്മാവ് ഉയർത്തും. എല്ലാവരും ഉയർത്തില്ല സഹോദരങ്ങളെ, എല്ലാവരും ഉയർത്തില്ല. ഇത് വേർതിരിവിൻ്റെ കാലമാണ്. ഇനി നെല്ലും പതിരും ഒന്നിച്ചു വളരാൻ ആത്മാവ് അനുവദിക്കുകയില്ല. കളയും വിളയും ഒന്നിച്ചു പ്രവർത്തിക്കാൻ, ഒന്നിച്ചു പോകാൻ ഇനി കർത്താവ് അനുവദിക്കില്ല. ഇത് കൊയ്ത്തിന്റെ കാലമാണ്, വേർതിരിവിന്റെ കാലം, ടൈം ഓഫ് സെപ്പറേഷൻ. ഇത് വേർതിരിവിന്റെ സമയമാണ്. ജാഗ്രതയോടെ, അതീവ സൂക്ഷ്മതയോടെ പരിശുദ്ധാത്മാവിനെ നമ്മളെ തന്നെ സമർപ്പിക്കണം. അപ്രകാരമുള്ള ജീവിതങ്ങൾ കർത്താവിൻ്റെ മഹത്വമായ ആത്മാവ് ഉയർത്തും. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1-2 വചനങ്ങൾ തിരുവചനം പഠിപ്പിക്കുന്നു. നമുക്ക് ഉണർവോടെ വായിക്കാം. ഉണർന്ന് പ്രക്ഷോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും, എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. എൻ്റെ സഹോദരങ്ങളെ, ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് എന്താ നമ്മോട് പറയുന്നത്? Arise, shine out. ഉണർന്നു പ്രക്ഷോഭിക്കുക. ഇത് ഉറക്കം തൂങ്ങിയിരിക്കാനുള്ള സമയമല്ല. ഇത് ആത്മീയ മയക്കത്തിലായിരിക്കാനുള്ള സമയമല്ല. അനാസ്ഥ കാണിച്ച് കർത്താവ് നൽകിയ സാധ്യതകൾ നഷ്ടപ്പെടുത്തുവാനുള്ള സമയമല്ല. കർത്താവിനും കർത്താവിൻ്റെ വചനത്തിനുമായി ഉണർന്നു പ്രക്ഷോഭിക്കേണ്ട നാളുകൾ. യെസ്, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ ഗ്ലോറി, a glorious presence നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വമായി ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് തൻ്റെ ശുശ്രൂഷകരെ ഉയർത്തുന്ന വർഷം, തൻ്റെ കുടുംബങ്ങളെ ഉയർത്തുന്ന നാളുകൾ, തൻ്റെ മിനിസ്ട്രികളെ എംപവർ ചെയ്യുന്ന, ശക്തീകരിക്കുന്ന കൃപയുടെ വർഷമാണ്. ആ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. സഹോദരങ്ങളെ, ഇത് നിസ്സാരമായി നമ്മൾ കാണരുത്. എസെക്കിയേൽ പ്രവചനം
38 നിങ്ങൾ ശ്രദ്ധിക്കുക, 23 പറയുന്നുണ്ട്. അന്ത്യകാലത്തിൻ്റെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, അന്ത്യകാലത്തിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് മഹത്വത്തിൻ്റെ അഭിഷേകമാണ്, ഗ്ലോറിയുടെ അനോയിന്റിംഗ് ആണ്. യെസ്, നമ്മുടെ കർത്താവ് ഇന്ന് ഗ്ലോറിയസ്, മഹത്വീകൃതനാണ്. കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവല്ല നമുക്കൊന്നുള്ളത്. പിതാവിൻ്റെ വലതുഭാഗത്ത് മഹത്വപൂർണനായി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഗ്ലോറിയസ് ജീസസ്, മഹത്വപൂർണനായ കർത്താവ്. അന്ത്യകാലത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത് ഗ്ലോറിയുടെ അനോയിന്റിംഗ് ആണ്. ഗ്ലോറി, കർത്താവ് തന്റെ മഹത്വം ലോകരാജ്യങ്ങളിൽ വെളിപ്പെടുത്തും. ജനപദങ്ങൾ ഈ മഹത്വം കാണും. 10,000 കൂട്ടം മാനസാന്തരത്തിലേക്ക് വരും. അനേകായിരങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടും. സക്രിയ പ്രവചനത്തിൽ നമ്മൾ കാണുന്നില്ലേ, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ ഏകജാതനെ പ്രതി എന്ന പോലെ അവർ നോക്കി വിലപിക്കും. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ ലോകരാജ്യങ്ങളിൽ, ദേശാന്തരങ്ങളിൽ, ജനപദങ്ങളിൽ ഈ കൃപയാണ് പ്രവർത്തിക്കുന്നത്. അനേകർ മഹത്വത്തിലേക്ക് വരും. അന്ത്യകാലത്തിൻ്റെ അഭിഷേകം ഗ്ലോറിയുടെ അഭിഷേകമാണ്. ഗ്ലോറി, എസെക്കിയേൽ പ്രവചനം 38:23 നമുക്കത് കാണാം. ആ വചനം ഉച്ചത്തിൽ വായിച്ച്, അങ്ങനെ അനേകം ജനതകളുടെ മുൻപിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും എൻ്റെ വിശുദ്ധിയും മഹത്വവും കാണിച്ചു കൊടുക്കുകയും ചെയ്യും. എൻ്റെ ജനത്തിന്, ജനപദങ്ങൾക്ക് ഞാൻ എൻ്റെ മഹത്വം കാണിച്ചു കൊടുക്കും. വിശുദ്ധ ആമേൻ പറഞ്ഞേ. കർത്താവിൻ്റെ പ്രോമിസാണ്, ഞാൻ എൻ്റെ ഗ്ലോറി റിവീൽ ചെയ്യും. യെസ്, ഞാൻ എൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. സകല ജനതകളും എൻ്റെ മഹത്വം കാണും. കർത്താവിൻ്റെ മഹത്വം, സഹോദരങ്ങളെ, കർത്താവിൻ്റെ മഹത്വമായി പരിശുദ്ധാത്മ നമ്മളെ അഭിഷേകം ചെയ്യും. നമ്മൾ അനോയിന്റ് ചെയ്യും. നമ്മുടെ കുടുംബങ്ങൾ അനോയിന്റ് ചെയ്യും. നമ്മുടെ മിനിസ്ട്രികൾ അനോയിന്റ് ചെയ്യും. ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ, എല്ലാവർക്കും ഇതില്ല സഹോദരങ്ങൾ. ആരെല്ലാം വില കൊടുത്ത് ആത്മാവിനനുസരിക്കുവാൻ, ആത്മാവിൽ നയിക്കപ്പെടുവാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ, അപ്രകാരമുള്ള ജീവിതങ്ങളിലൂടെ, കുടുംബങ്ങളിലൂടെ, മിനിസ്ട്രികളിലൂടെയാണ് ഈ അഭിഷേകം ആത്മ വെളിപ്പെടുത്താൻ പോകുന്നത്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭു ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. നിയമവർത്തന പുസ്തകത്തിൽ 28:10 നമ്മൾ കാണുന്നുണ്ട്, കർത്താവിൻ്റെ മഹത്വമായി നമ്മൾ മാറുമ്പോൾ, കർത്താവിൻ്റെ ഗ്ലോറി നമ്മിലൂടെ വെളിപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. സകല മനുഷ്യർ നിന്നെ ഭയപ്പെടും. എൻ്റെ സഹോദരങ്ങളെ, ഇവാഞ്ചലൈസേഷൻ അത് ഒരു എന്താ പറയുക, ഒരു വിലയില്ലാത്ത ഒരു പ്രവൃത്തിയല്ല. കർത്താവിൻ്റെ മഹത്വമായി തൻ്റെ ശുശ്രൂഷകർ, തൻ്റെ മിനിസ്റ്റേഴ്സിനെ, തൻ്റെ പ്രവാചകരെ, തൻ്റെ അഭിഷിക്തരെ പരിശുദ്ധാത്മ തൻ്റെ സഭയിൽ ഉയർത്തുമ്പോൾ ലോകം ഭയപ്പെടും. അവരിലൂടെ വെളിപ്പെടുന്ന മഹത്വം കണ്ട്, അവരിലൂടെ വെളിപ്പെടുന്ന അതിസ്വാഭാവിക കൃപകൾ കണ്ട്, അവരിലൂടെ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ പ്രവൃത്തികൾ കണ്ട് ഈ ലോകം ഭയപ്പെടുമാറ് കർത്താവിൻ്റെ ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി വ്യാപരിക്കുമെന്ന് പരിശുദ്ധ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. ലോകം നിന്നെ ഭയപ്പെടും. നമ്മുടെ മസിൽ പവർ കണ്ടിട്ടല്ല, നമ്മുടെ പൊളിറ്റിക്കൽ പവർ കണ്ടിട്ടല്ല, നിന്നിലൂടെ വെളിപ്പെടുന്ന അസാധാരണമായ അഭിഷേകം കണ്ട് ജനങ്ങൾ, ജനതകൾ, ലോകം നിന്നെ ഭയപ്പെടുമെന്ന് വചനം പറയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, ഇവാഞ്ചലൈസേഷന് വേണ്ടി ചില പുതിയ മാനങ്ങൾ പരിശുദ്ധാത്മ തുറക്കുന്ന സമയമാണ്. തുറന്നു വരുന്ന 7 വർഷങ്ങൾ, പുതിയ സാധ്യതകൾ, പുതിയ മാനങ്ങൾ പരിശുദ്ധാത്മാവ് ഇവാഞ്ചലൈസേഷനായി തുറക്കുന്ന സമയമാണത്. യെശയ്യാ പ്രവചനം 60:3 നമുക്കത് വ്യക്തമായി കാണാൻ പറ്റും. ഒരു ഗ്ലോറിയുടെ ശുശ്രൂഷ, മഹത്വത്തിൻ്റെ ശുശ്രൂഷ തൻ്റെ പ്രവാചകർക്ക്, തൻ്റെ അഭിഷിക്തർക്ക്, തൻ്റെ വന്യവൈദികർക്ക് പരിശുദ്ധാത്മാവ് ഈ വർഷങ്ങളിൽ ഏൽപ്പിക്കാൻ പോവാണ്. ഈ മഹത്വം വെളിപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും, രാജാക്കന്മാർ നിന്റെ
ഉദയശോഭയിലേക്കും വരും. രാമൻ പറഞ്ഞേ. ആമേൻ. കർത്താവിന്റെ മഹത്വം നമ്മിലൂടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുമ്പോൾ കണ്ടോ, ഉന്നത സ്ഥാനീയരെ, വലിയ വലിയ ഗവൺമെന്റ് ഒഫീഷ്യൽസ്, ലോകരാജ്യ തലവന്മാരെ, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, സാമൂഹിക ഭരണകർത്താക്കള്, ലോകരാജ്യ തലവന്മാരെ, അതാണ് ഇവിടെ വചനം പറയും, രാജാക്കന്മാരെ, എൻ്റെ സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ ഉന്നത സ്ഥാനീയരെ, ലോകദൃഷ്ടിയിൽ ലോകത്തിന്റെ മുൻപിൽ പൊതുസമൂഹത്തിൽ ഉന്നതരായവരെ കർത്താവിനെ കണ്ടുമുട്ടുന്ന വിധത്തിലുള്ള ഒരു അഭിഷേക കൃപയിലേക്ക് തൻ്റെ പ്രവാചകരെ, തൻ്റെ അഭിഷിക്തന്മാരെ പരിശുദ്ധാത്മാവ് ഉയർത്തുന്ന കൃപയുടെ സമയമാണ് ഇനി വരുന്ന വർഷങ്ങൾ. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. രാജാക്കന്മാർ കർത്താവിനെ കണ്ടുമുട്ടും, അവർ കർത്താവിന്റെ മഹത്വം ദർശിക്കും, അവർ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കും. ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ഉന്നത സ്ഥാനീയരെ, അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തകരെ, പൊതുപ്രവർത്തകരെ എന്ന് പറഞ്ഞ സെക്യുലർ വേൾഡിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായൊരു പ്രവർത്തനം ഉണ്ടാകാൻ പോകുന്നു. സഹോദരങ്ങളെ, ആത്മപ്രവർത്തന വിശ്വാസത്തിൽ കണ്ട് ഇരുകരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകരാജ്യങ്ങളെ, ജനപദങ്ങളെ, പൊതുസമൂഹത്തെ നവീകരിക്കണമേ, കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തണമേ. ആഗ്രഹിച്ച് ഹൃദയം തുറന്ന് ഒന്നിച്ച് വിളിച്ച പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച് പ്രാർത്ഥിക്കുക, ശക്തിയോടെ വിളിക്കുക. അന്ത്യകാലം ഇത് ആത്മപകർച്ചയുടെ കാലമാണ്. സ്തുതിക്കുന്നു കർത്താവേ. കൃപ കൊടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിച്ച് കർത്താവേ, ഞങ്ങൾ കാണും, വിശ്വാസത്തിൽ കാണുന്നു. ലോകരാജ്യങ്ങൾക്കായി, ജനപദങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അഭിഷേകം. ആമേൻ, ആമേൻ. കരമടിച്ച് ശക്തിയോടെ അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം, കർത്തൻ വരവിൻ നാളിൻ മുൻപേ ലോക ഉണർവിൻ കാലം. അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം, കർത്തൻ വരവിൻ നാളിൻ മുൻപേ ലോക ഉണർവിൻ കാലം. അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം, കർത്തൻ വരവിൻ നാളിൻ മുൻപേ ലോക ഉണർവിൻ കാലം. കരങ്ങൾ ഉയർത്തി ഈ അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് ഇരുകരം ഉയർത്തി 3 പ്രാവശ്യം ഹൃദയം തുറന്ന് ഒന്നിച്ച് വിളിച്ച പരിശുദ്ധാത്മാവേ, ആഗ്രഹത്തോടെ വിളിച്ച ആത്മാവേ, ജനപദങ്ങളെ, ലോകരാജ്യ തലവന്മാരെ, ഉന്നത സ്ഥാനീയരെ നവീകരിക്കുന്ന, മനസ്സാന്തരപ്പെടുത്തുന്ന അഭിഷേകത്താൽ നിന്റെ പ്രവാചകൻ അഭിഷിക്തന്മാരെ അനോയിന്റ് ചെയ്യണമേ. സ്തുതിക്കുന്ന പരിശുദ്ധാത്മാ, സ്തുതിക്കുന്ന പരിശുദ്ധാത്മാ. ആമേൻ, 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 ആമേൻ. വിശ്വസിച്ച് രാമേൻ പറഞ്ഞേ. എന്റെ സഹോദരങ്ങളെ, രണ്ടാമത് പരിശുദ്ധാത്മാവ് ഈ 2026 ഈ വർഷത്തിൽ നമുക്കായി നൽകുന്ന രണ്ടാമത്തെ പ്രോമീസ്, വാഗ്ദാനം. അസാധാരണ വഴികൾ പരിശുദ്ധാത്മ തുറക്കുന്നൊരു വർഷമാണിത്. ആത്മാവിനെ സ്നേഹിക്കുന്നവർക്കായി, പരിശുദ്ധാത്മാവിന്റെ വിശ്വസ്ത പുലർത്തുന്നവർക്കായി, ആത്മാവിന്റെ ആലോചനകൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവർക്കായി അസാധാരണ വഴികൾ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, സഭയിൽ, സമൂഹങ്ങളിൽ പരിശുദ്ധാത്മാവ് തുറക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വ്യക്തമായ ആത്മാവ് ഒരു ആലോചന തന്നു. ഒരുപാട് കുടുംബങ്ങൾ വഴിമുട്ടി നിൽക്കുന്നൊരവസ്ഥ,
കണ്ണുനീരിൻ്റെ കഷ്ടതയുടെ കൊടിയ ദുരിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളുമായി നട്ടം തിരിയുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എത്രയെത്ര ജീവിതങ്ങൾ കെട്ടപ്പെട്ടു പോയ അവസ്ഥ. ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ ആത്മാവിൻ്റെ ആനന്ദം നഷ്ടപ്പെട്ട് നരകതുല്യമായി ജീവിക്കുന്ന 10,000-കണക്കിന് ജീവിതങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലുമുണ്ട്. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നീ ആത്മാവിനെ സ്നേഹിക്കുമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങളെ നീ സമർപ്പണത്തോടെ അനുസരിക്കുമെങ്കിൽ, നിനക്ക് വേണ്ടി ചില വഴികൾ ആത്മാവ് തുറക്കുകയാണ്. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. പൗലോസ് പറയുന്നുണ്ട് കൊരിന്ത്യർക്കാർക്ക് 1-ാമത്തെ ലേഖനം 16:9, ആ വചനം നിങ്ങൾ വിശ്വസിച്ചേറ്റെടുക്കണം. പൗലോസ് സാക്ഷ്യപ്പെടുത്താണ്, ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ളൊരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ വാതിൽ എനിക്കായി പരിശുദ്ധാത്മാവ് തുറന്നിട്ടുണ്ട്. എന്നാൽ പ്രതിയോഗികളും വളരെയേറെയാണ്. എൻ്റെ സഹോദരങ്ങളെ, എന്താണ് പൗലോസ് നൽകുന്ന വിശ്വാസത്തിൻ്റെ സാക്ഷ്യം? പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി ഒരു വലിയ വാതിൽ തുറന്നിരിക്കുന്നു. യെസ്, തൻ്റെ മിനിസ്ട്രികൾക്ക് വേണ്ടി ലോകരാജ്യങ്ങളിൽ, ജനപദങ്ങളിൽ പരിശുദ്ധാത്മാവ് ചില പുതുവഴികൾ തുറക്കാൻ പോവുകയാണ്. കുടുംബങ്ങൾക്ക് വേണ്ടി, തന്നെ സ്നേഹിക്കുന്ന കുടുംബങ്ങൾക്കായി, തന്നെ സ്നേഹിക്കുന്ന കൂട്ടായ്മകൾക്കായി, തന്നെ സ്നേഹിക്കുന്ന സമൂഹങ്ങൾക്കായി, തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ശുശ്രൂഷകർക്കായി, പ്രവാചകർക്കായി അസാധാരണമായ അത്ഭുത വഴികൾ പരിശുദ്ധാത്മ തുറക്കുന്ന വർഷങ്ങളാണിത്. അടഞ്ഞ വഴികൾ തുറക്കും. പിശാച് അടച്ചു വെച്ച ചില വഴികളുണ്ട്. കർത്താവിൻ്റെ വചനത്തിൻ്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുവാൻ, സുവിശേഷത്തിൻ്റെ വ്യാപനത്തിൻ്റെ ആ പകർച്ചയെ ഇല്ലാതാക്കുവാൻ രാജ്യങ്ങളിൽ, ജനപദങ്ങളിൽ, ദേശങ്ങളിൽ പിശാച് അടച്ചു വെച്ച വഴികളെ, വാതിലുകളെ പരിശുദ്ധാത്മാവ് തന്റെ പ്രവാചകർക്കായി, തന്റെ അഭിഷിക്തർക്കായി തുറന്നു കൊടുക്കുന്ന സമയം. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. രാജ്യങ്ങളിലുള്ള പൈശാചിക ശക്തികൾ തകർന്നു വീഴും. ഇരുട്ടിന്റെ ശക്തികൾ വഴിമാറി പോകും. എപ്പോഴാ? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ, അസാധാരണമായ വിധത്തിൽ ആത്മാവിന്റെ പ്രവർത്തനം വെളിപ്പെടുമ്പോൾ അന്ധകാര പോരാട്ടങ്ങൾ തച്ചുടയും. സഹോദരങ്ങളെ, ചില വഴികൾ തുറക്കപ്പെടാൻ പോവാണ്. ചില പുതുവഴികൾ നമുക്ക് വേണ്ടി ആത്മാവ് തുറക്കുകയാണ്. പൗലോസ് വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നു. കൊരിന്ത്യർക്കാർക്ക് 2-ാമത്തെ ലേഖനം 2 Corinthians, അവിടെ 2-ാം അധ്യായം 12-ാമത്തെ വചനം, 2 Corinthians 2:12. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിൽ എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് എനിക്കായി ഒരു വാതിൽ തുറന്നു തന്നു. ഞാൻ ത്രോവാസിൽ ചെന്നപ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് എനിക്കായി ഒരു വാതിൽ തുറന്നു. വിശ്വസിച്ച് ഈ വചനത്തിന് കൃപ സ്വീകരിച്ച് ആമേൻ പറഞ്ഞേ. ചില അസാധാരണ വാതിലുകൾ പരിശുദ്ധാത്മാവ് തുറക്കുന്നു. ചില കുടുംബങ്ങൾക്ക് വേണ്ടി കണ്ണീരോട് എന്ന് തീരും എൻ്റെ ഈ കഷ്ടം, ഈ ദുരിതം, ഈ സങ്കടം, ഈ തകർച്ച, ഈ കൊടിയ സഹനങ്ങൾ എന്ന് മാറുമെന്ന് ചിന്തിച്ച് ആകുലപ്പെട്ട് മനസ്സ് വേദനിച്ചിരിക്കുന്ന എത്രയോ ജീവിതങ്ങൾ. അവരോട് ആത്മാവ് പറയാ, നീ കണ്ണീരൊഴുക്കണ്ട, നീ വേദനിക്കണ്ട. നീ എന്നെ അനുസരിച്ചാൽ, നീ എന്റെ വചനം ആദരിച്ചാൽ, നീ എന്നെ സ്നേഹിച്ചാൽ, നിനക്ക് വേണ്ടി ചില പുതുവഴികൾ ഞാൻ തുറക്കുകയാണ്. അസാധാരണമായ വഴികൾ, അസാധാരണ പ്രവർത്തികൾ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് സഹോദരങ്ങളെ? ബുദ്ധി പറയും ഇമ്പോസിബിൾ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പിശാച് പറയും ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. സഹോദരങ്ങളെ, ഈ പരിശുദ്ധ വചനങ്ങൾ, ഈ പ്രവചന വചനങ്ങൾ ആത്മാവ് നമുക്കായി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദയം തുറന്ന്, കർത്താവേ, ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു, ഈ വചനത്തിന്റെ കൃപ ഞാൻ ഏറ്റെടുക്കുന്നു പറഞ്ഞ് അത് പ്രാപിക്കുവാൻ എത്ര പേർക്ക് തീരുമാനമുണ്ട്? അവർ കർത്താവിനൊരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു പരിശുദ്ധ. ഇത് കളിവചനമല്ല, ഇത് ലോകത്തിന്റെ പാഴ്വചനമല്ല, ഇത് കർത്താവിന്റെ സത്യവചനമാണ്. പരിശുദ്ധ വചനം, നിർമ്മലമായ വചനം. ആകാശം ഭൂമിയും മാറിയാലും എന്റെ വചനം മാറില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദര സഹോദരി, നീ അത് വിശ്വസിച്ചോ.
വചനം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ, ആമേൻ. എനിക്കൊരു വാതിൽ തുറക്കപ്പെട്ടു, ഒരു വാതിൽ തുറക്കപ്പെട്ടു. പുതുവഴികൾ തുറക്കപ്പെടാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവ് ഒരു വഴി എനിക്ക് തുറന്നു തരണേ, എൻ്റെ തലമുറയ്ക്ക് ഒരു വഴി തുറന്നു തരണമേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വഴി തുറക്കണമേ. ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഈ സമൂഹത്തിലുണ്ട്, ഉണ്ട് ഉണ്ട്. അവർക്കായാണ് ഈ ദൂത് പരിശുദ്ധാത്മ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്രകാരമുള്ള തൻ്റെ ശുശ്രൂഷകർക്കായി, ശുശ്രൂഷകൾ നഷ്ടപ്പെട്ട് മനസ്സ് മരവിച്ച് ഇനി എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നറിയാതെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന പല ദൈവദാസന്മാരെ കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മ നമുക്ക് വേണ്ടി ചില പുതുവഴികൾ തുറക്കുകയാണ്. വിശുദ്ധ പൗലോസിനെ തുറന്നതുപോലെ തന്റെ അഭിഷിക്തർക്കായി, പ്രവാചകർക്കായി ചില വഴികൾ ആത്മാവ് തുറക്കുന്നു. നമ്മൾ അവനെ സ്നേഹിക്കണം, അവനോട് പരിശുദ്ധാത്മാവിനെ നമ്മൾ ചതിക്കരുത്, ആത്മാവിനെ വഞ്ചിക്കരുത്. പരിശുദ്ധാത്മാവിനോട് നമ്മൾ വിശ്വസ്തത കാണിച്ചാൽ, നമ്മൾ വിശ്വസ്തരായാൽ ഈ വചനം അക്ഷരികമായി ആത്മാവ് കൃപയാക്കി മാറ്റും. വെളിപാട് 3:8 നമുക്ക് സുപരിചിതമായ വചനമാണ്. നമുക്ക് പെട്ടെന്ന് വചനം വായിക്കുന്നുണ്ട്. നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, പരിമിതമായ ശക്തിയുള്ളവരാണ് നമ്മൾ. എന്നാൽ ഒത്തിരി ഞെരുക്കങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിൽ നീ എൻ്റെ വചനം കാത്തു, നീ എൻ്റെ നാമം നിഷേധിച്ചില്ല. പരിശുദ്ധാത്മ പറയാ, നീ എൻ്റെ വചനം കാത്തു, നീ എൻ്റെ വചനം കാത്തു. സഹോദരങ്ങളെ, ഈ സെക്കൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ 2026 ഈ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആത്മാവ് എന്താ പറയുന്നത്? നമ്മൾ വില കൊടുത്ത സമർപ്പണത്തോടെ ആത്മാവിൻ്റെ വചനങ്ങളെ ആരെല്ലാം കാക്കുന്നുവോ അവരുടെ മുൻപിൽ ലോകത്തിന് മനസ്സിലാകാത്ത വിധത്തിൽ, മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ചില വഴികൾ ആത്മാവ് തുറന്നു തരും. ലോകം അത് കണ്ട് ഭയപ്പെടും. നീ തീർന്നു, നീ അവസാനിച്ചു. നിന്നെ അവഹേളിച്ചവരെ, നിന്ദിച്ചവരെ, പുച്ഛിച്ചവരെ, പരിഹസിച്ചവരെ അത്ഭുതപ്പെടുമാറ് നിനക്ക് വേണ്ടി പരിശുദ്ധാത്മ പ്രവർത്തിക്കും. നീ വില കൊടുത്ത് ആത്മാവിൻ്റെ വചനമനുസരിക്കണം. അവരിലാണ് അസാധാരണ അഭിഷേകം, അതിസ്വാഭാവികമായ ആത്മപ്രവൃത്തി വെളിപ്പെടുന്നത്. നീ എൻ്റെ വചനം കാത്തു, ആർക്കും പൂട്ടാൻ കഴിയാത്ത തുറന്നു കിടക്കുന്ന വാതിൽ ഞാൻ നിനക്ക് വേണ്ടി തുറക്കുന്നു. ആർക്കും അടയ്ക്കാൻ പറ്റില്ല. ഞാൻ തുറക്കുന്നു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രതിസന്ധികളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഒരുപാട് സഹനങ്ങളുണ്ട്, മുറിപ്പാടുകളുണ്ട്, നൊമ്പരങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, ദുരന്തങ്ങളുണ്ട്. എന്നാൽ ഇതിന്റെ നടുവിലൂടെ ഒരു പുതിയ പാത നിനക്ക് വേണ്ടി തുറക്കുവാൻ പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. അവനത് സാധിക്കും. ലൂക്ക 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഉച്ചത്തിൽ പറഞ്ഞേ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. പരിശുദ്ധാത്മാവിനൊന്നും അസാധ്യമല്ല. എത്ര വലിയ പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിന്റെയും സഹനത്തിന്റെയും ദുരിതത്തിന്റെയും സങ്കടത്തിന്റെയും മധ്യേ നിനക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറക്കാൻ പരിശുദ്ധാത്മാവ് ശക്തനാണ്. ശക്തൻ, അവൻ ശക്തനാണ്. സംശയമുണ്ടോ നിങ്ങൾക്ക്? സംശയം? വചനത്തിലേക്ക് വാ. പുറപ്പാട് പുസ്തകം 14:21 ഉച്ചത്തിൽ വായിച്ച വചനം. പുറപ്പാട് 14:21 വചനം പഠിപ്പിക്കുകയാണ്. ദ ബുക്ക് ഓഫ് എക്സോഡസ് 14:21. മോശ കടലിന് മീതെ കൈനീട്ടി. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായൊരു കിഴക്ക്, ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവ് ആ ചെങ്കടലിലേക്ക് ഇറങ്ങി വന്നു. കടലിനെ പുറകോട്ട് മാറ്റി. കടൽ വരണ്ട ഭൂമിയായി മാറി. വെള്ളം വിഭജിക്കപ്പെട്ടു. കടൽ വരണ്ട ഭൂമിയായി മാറി. ഇതാ ആ ചെങ്കടലിൽ തന്റെ ജനത്തിനു വേണ്ടി ഒരു പുതിയ പാത പരിശുദ്ധാത്മാവ് തുറന്നു കൊടുത്തു. ഒരു പുതിയ വഴി തുറന്നു. പുതിയ വഴി, ഒരു അസാധാരണ വഴി, അത്ഭുത വഴി. യെസ്, ഈ പരിശുദ്ധാത്മാവ് ഇന്നും സഭയിൽ ജീവിക്കുന്നു.
അവൻ ഇന്നും സഭയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവനാണ് നിന്നോട് ഈ പ്രോമീസ് പറയുന്നത്. അവനാണ് നമ്മിൽ വസിക്കുന്നത്. അവനാണ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, യു ബിലീവ്, നീ വിശ്വസിക്കുക, ഞാൻ വിശ്വസിക്കുക. അത്ഭുതങ്ങൾ കാണാം. പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണ പ്രവർത്തികൾ കാണാം. എത്ര പേര് വിശ്വസിക്കുന്നു? അവർ ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. പോരാ, ശക്തിയോട് ആമേൻ. മൂന്നാമത്തെ പ്രോമിസ്, പരിശുദ്ധാത്മാവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്നെ അനുസരിക്കുന്നവർക്ക് 2026 ഈ വർഷത്തിൽ നൽകുന്ന മൂന്നാമത്തെ വാഗ്ദാനം നിങ്ങൾ ശ്രദ്ധിക്കണം. അക്രൈസ്തവരുടെ ഇടയിൽ ഒരു ശക്തമായ ആത്മപകർച്ച പരിശുദ്ധാത്മ തരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാത്ത, കർത്താവിൻ്റെ വചനം കേൾക്കാത്ത വിജാതീയരായ അക്രൈസ്തവരായവരുടെ ഇടയിൽ ഒരു ശക്തമായ ആത്മപകർച്ച കർത്താവ് വർഷിക്കുന്ന കൃപയുടെ വർഷങ്ങളാണ് ഇനി വരുന്ന വർഷങ്ങൾ. സഭയുടെ ചരിത്രത്തിൽ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ സംഭവിക്കാത്ത വിധത്തിൽ വിജാതീയരുടെ ഇടയിലേക്ക് ശക്തമായ ഒരു ആത്മാവിന്റെ മൂവ്, ആത്മാവിന്റെ പരിവർത്തനം, അഭിഷേകത്തിന്റെ പകർച്ച, ആത്മപകർച്ച. നമ്മൾ പാടിയില്ലേ, അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം. പാടി, അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം, ആത്മപകർച്ചയിൻ കാലം. ആമേൻ. ആത്മപകർച്ചയിൻ കാലം, ആത്മപകർച്ചയുടെ കാലമാണിത്. 2033 വർഷം, 2033 7 വർഷം, ആ കൃപയുടെ 7 വർഷം. 2030 മുതൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ലോകത്തിൽ നമുക്ക് പലതും നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നടമാട് നമുക്ക് കാണാൻ പറ്റും. എതിർ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി വെളിപ്പെടുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അവിടെയെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, ആത്മാവിൻ്റെ സത്യവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ, ആത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ നമ്മെ സംരക്ഷിക്കും. അവൻ നമുക്ക് വേണ്ടി പൊരുതും. അവൻ നമ്മെ വഴി നടത്തും. അവൻ നമ്മെ പരിപാലിക്കും. ഹല്ലേലൂയ. അക്രൈസ്തവരുടെ ഇടയിൽ ശക്തമായൊരു ആത്മപകർച്ച സംഭവിക്കും. നിങ്ങൾ ഈ നാളുകളിൽ ലോകരാജ്യങ്ങളിലേക്ക് നോക്കുക, ജനപദങ്ങളിലേക്ക് നോക്കുക. ശക്തമായ വിധത്തിൽ ആത്മാവിൻ്റെ പകർച്ച കാണാൻ പറ്റും. മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിൽ, മധ്യപൂർവേഷ്യയുടെ ഭാഗങ്ങളിൽ, പല രാജ്യങ്ങളിലും, ക്രൈസ്തവ രാജ്യങ്ങളല്ല ഇന്നത്, അപ്രകാരമുള്ള രാജ്യങ്ങളിൽ ശക്തമായ ആത്മപകർച്ച വെളിപ്പെടുന്നു. 10,000 കൂട്ടം കൂട്ടമായി മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുവിനെ ഏക കർത്താവായി സ്വീകരിക്കുമാറ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ആ ജനതയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വലിയ ആത്മപകർച്ച വിജാതിരിടയിൽ. ഞാനൊരു അടുത്ത കുറച്ച് നാൾ മുമ്പ് ഒരു ദേശത്തേക്ക് പോയി. ഞാൻ സ്ഥലം പറയുന്നില്ല. അവിടെ ഒരു യാദാസിലെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചൊരു പെൺകുട്ടി. ഇന്ന് അവൾക്ക് 19 വയസ്സ് പ്രായമുണ്ട്. അവളെന്നോട് പങ്കുവെച്ചു, ഞാൻ നാളുകളായി ചിന്തിക്കുകയായിരുന്നു, ഏക സത്യദൈവം ആരാണ് സത്യദൈവം. അവൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് അവളിങ്ങനെ നാളുകളായി അതിനെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം രാത്രിയിൽ അവൾ കിടന്നുറങ്ങുന്ന സമയത്ത് പ്രകാശപൂരിതനായ ഒരു ചെറുപ്പക്കാരൻ, അതാരാന്ന് അവൾക്ക് മനസ്സിലായില്ല, അവളൊരു സ്വരം കേട്ടു, ഐ ആം ദ ലോർഡ്, ഞാനാകുന്ന കർത്താവ്. ഐ ആം ദ ലോർഡ്, ഞാനാകുന്ന കർത്താവ്. അവൾക്ക് മനസ്സിലായി സത്യദൈവം കർത്താവായ യേശുവാണ്. അവളവിടെ വിശ്വാസ അനുഷ്ഠാനങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി. അവൾ യേശുവിനെ സ്വീകരിച്ചു, കർത്താവിനെ ഏകനാഥനായി സ്വീകരിച്ചു. ഇന്ന് ഞാൻ അവളെ കണ്ടത് അപ്രകാരമുള്ള സ്ഥലത്താണ്. അവൾ സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അവൾ ഇന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. കർത്താവിൻ്റെ സമർപ്പിത ആത്മാവായി ജീവിക്കാൻ ആ ടീനേജ്, ആ പെൺകുട്ടി തൻ്റെ കൗമാരത്തെ അവൾ ക്രിസ്തുവിനായി സമർപ്പിച്ചിരിക്കുന്നു. ഐ ആം ദ ലോർഡ്, ഞാനാകുന്ന കർത്താവ്. സഹോദരങ്ങളെ, പല രാജ്യങ്ങളിലും മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റില്ല, ഇവാഞ്ചലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. അവിടെ അനേകം വിലക്കുകളുണ്ട്, പല നിയമങ്ങളുണ്ട്.
അതുകൊണ്ട് കർത്താവ് ഡയറക്റ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് ഡയറക്റ്റായി തൻ്റെ ജനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു, അവർക്ക് സത്യവചനം കൊടുക്കുന്നു, അവർക്ക് വിശ്വാസം കൊടുക്കുന്നു, അവരെ കൃപയിലേക്ക് നയിക്കുന്നു, മനസാന്തരം കൊടുക്കുന്നു. ക്രൈസ്തവരുടെ ഇടയിൽ വലിയ അളവിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇനി അത് ധാരാളമായി സംഭവിക്കാൻ പോവുകയാണ്. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോസ്തല പ്രവർത്തനം 13:46 എനിക്ക് പൗലോസിലെ വലിയ ഇഷ്ടമാണ്. പൗലോസിലിക സുവിശേഷത്തിൻ്റെ തീനാവാണ്. എന്താണ് പൗലോസ് പറയുന്നത്? പൗലോസും ബർണബാസും ധൈര്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു, ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങളത് തള്ളിക്കളയുന്നത് കൊണ്ടും നിത്യജീവനെ നിങ്ങളെ തന്നെ അയോഗ്യരാക്കി തീർക്കുന്നത് കൊണ്ടും ഇതാ ഞങ്ങൾ വിജാതീയരുടെ അടുക്കിലേക്ക് പോകുന്നു. ഞങ്ങൾ കർത്താവിൻ്റെ വചനവുമായി വിജാതിരുടെ അടുക്കിലേക്ക് പോവുകയാണ്. അങ്ങനെ വിജാതിരുടെ ശക്തമായ ആത്മപകർച്ചയുണ്ടാവാൻ, കൃപയുടെ ശുശ്രൂഷ വെളിപ്പെടാൻ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. സഹോദരങ്ങൾ, ഇതുപോലെ അക്രൈസ്തവരെ കർത്താവിനായി വീണ്ടെടുക്കാൻ, വിജാതീയരെ വിശുദ്ധീകരിക്കാൻ, ഇവാഞ്ചലൈസ് ചെയ്യാൻ കർത്താവ് തൻ്റെ ചില പ്രവാചകന്മാർ പ്രത്യേകമായി അഭിഷേകം ചെയ്ത് സഭയിൽ ഉയർത്താൻ പോകുന്ന സമയങ്ങളാണ്, വരും വർഷങ്ങൾ. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവ്. തീനാവുള്ള പ്രവാചകരെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് സമ്മാനിക്കും. അഗ്നിനാവുള്ള ആത്മായ പ്രേക്ഷിതരെ ആത്മാവ് അഭിഷേകം ചെയ്ത് ഉയർത്തും. പിശാചിന്റെ സാമ്രാജ്യങ്ങളെ തകർക്കും, ശത്രുവിന്റെ പിടികളെ പൊട്ടിക്കും. അനേകം ആത്മാക്കളെ കർത്താവിനായി വീണ്ടെടുക്കും. യേശു ക്രിസ്തുവിന്റെ നിത്യരക്ഷയിലേക്ക് അസംഖ്യം ആത്മാക്കളെ നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലെ ഉപകരണങ്ങളായി അവർ മാറും. ഞങ്ങൾ വിജാതിയുടെ അടുക്കിലേക്ക് പോവുകയാണ്. കേസറിയായിൽ സംഭവിച്ചതുപോലെയുള്ള ആത്മപകർച്ച വിജാതിയുടെ പെന്തക്കൊസ്ത എന്നാണ് സഭ അതിനെ വിശേഷിപ്പിക്കുന്നത്. പത്രോസ്ലീഹ വചനം പ്രസംഗിച്ചപ്പോൾ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ സമ്മേളിച്ചിരുന്ന എല്ലാ വിജാതിയുടെ മേലും ആത്മാവ് ഇറങ്ങി വന്നതുപോലെ കർത്താവിനെ കേൾക്കാത്ത, വചനം കേൾക്കാത്ത, ഈശോ ആരാന്നറിയാത്ത, ദൈവവചനം ഇന്ന് വരെ കേൾക്കാത്ത അനേകം ജനതകളിടയിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്ന നാളുകൾ, ശക്തിയോടെ പ്രവർത്തിക്കുന്ന നാളുകൾ. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 44-45 വചനങ്ങൾ നമുക്ക് വചനം ഉറക്കെ വായിക്കാം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. വിജാതീയരുടെ മേൽ, ഒന്ന് എല്ലാവരും ഉറക്കെ പറഞ്ഞേ, വിജാതീയരുടെ മേൽ പോലും. പോരാ, ഈ വചനം ഈ പ്രോമിസ കേട്ടുകൊണ്ടിരിക്കണേ. വിജാതീയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോട് കൂടെ വന്നിരുന്ന പരിച്ഛേദിതരായി വിശ്വാസികൾ അത്ഭുതപ്പെട്ടു. കണ്ടോ, വിജാതീയരുടെ മേൽ ആത്മപകർച്ചയുണ്ടായി. അവർ ഭാഷാപരിത അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചു, അവർ പ്രവചിച്ചു, അവർ കർത്താവിനെ മഹത്വപ്പെടുത്തി. ഇതുപോലൊരു ആത്മപകർച്ച അനേകം ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. കൃപയുടെ 7 സംവത്സരങ്ങൾ തൻ്റെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് സമ്മാനിക്കുന്നു. മഹാജൂബിലിക്ക് മുൻപായി ആരെല്ലാം ഈ സാധ്യത മനസ്സിലാക്കി പരിശുദ്ധാത്മാവിന്റെ പദ്ധതികളോട് സഹകരിക്കുന്നുവോ അവരെ ആത്മാവ് വചനത്തിന്റെ തീക്കാറ്റുകളാക്കി മാറ്റും. ആ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യും. ദൈവവചനത്തിനായി ആ കുടുംബങ്ങളെ ആത്മാവ് ഉയർത്തും. മിനിസ്ട്രികളെ ഉയർത്തും, അഭിഷിക്തന്മാരെ ഉയർത്തും. അനേക ക്രൈസ്തവരെ കർത്താവിനായി നേടാൻ, വിജാതീയരെ നേടാൻ. അപ്പോസ്തല പ്രവർത്തനം 8:5 ഫിലിപ്പോസ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഫിലിപ്പോസ്. പരിശുദ്ധ ബൈബിളിൽ ഇവാഞ്ചലിസ്റ്റ് എന്ന് ആദ്യമായി പറയപ്പെടുന്നത് ഫിലിപ്പോസിനെ കുറിച്ചാണ്, സുവിശേഷകൻ. അവിടെ സമരിയ, വിജാതീയരുടെ നാടാണ് സമരിയ. ആ സമരിയയിൽ ഒരു പട്ടണത്തിൽ പോയി ഫിലിപ്പോസ് യേശു ക്രിസ്തുവിനെ പ്രഘോഷിച്ചു, കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ചു. കണ്ടു, ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. കർത്താവിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
ആ സമരിയ പട്ടണത്തിൽ ഉണ്ടായിരുന്ന 10,000 മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. അവർ ആത്മാവിൽ നിറഞ്ഞു. അവിടെ എന്താ സംഭവിച്ചേ? അപ്പോസ്തല പ്രവർത്തനം 8:12 വരിക. Acts 8:12. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചും ഫിലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും വിശ്വസിച്ചു, ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അനേകം അക്രൈസ്തവർ കർത്താവിനെ കണ്ടുമുട്ടി. വിജാതീയർ യേശുക്രിസ്തുവിന്റെ നിത്യരക്ഷയിലേക്ക് വന്നു. അനേകർക്ക് നിത്യജീവൻ ലഭിച്ചു. ആത്മാവിന്റെ ആനന്ദമുണ്ടായി. വലിയ കൺവർഷൻ, ട്രാൻസ്ഫർമേഷൻ, ആത്മാവിന്റെ പകർച്ചയുണ്ടായി. സഹോദരങ്ങളെ, ഈ വിധം പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ പോവാ. ഇന്നോളം ആത്മാവ് പ്രവർത്തിച്ചിട്ടുണ്ട്, ആത്മാവ് ഇതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉന്നതമായൊരളവിൽ വിജാതീയിടങ്ങളിൽ, അപ്രകാരമുള്ള ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ജനപദങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന നാളുകളാണ് തുറന്നു വരാൻ പോകുന്ന ദിനങ്ങൾ, വർഷങ്ങൾ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണം, വിശ്വസിക്കണം. നാലാമതായി നിങ്ങൾ ശ്രദ്ധിക്കുക. നാലാമതായി ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, നാലാമതായി ശ്രദ്ധിക്കുക. ദേശങ്ങളുടെയും രാജ്യങ്ങളുടെയും മേൽ, രാജ്യങ്ങളെയും ആത്മീയമായി വീണ്ടെടുക്കുന്ന ഒരു ആത്മീയ വീണ്ടെടുപ്പിന്റെ അഭിഷേകം, ആത്മീയ വീണ്ടെടുപ്പിന്റെ അഭിഷേകം. സെന്റ് പാട്രിക് അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തെ കർത്താവിനായി വീണ്ടെടുത്തു. ഫിലിപ്പോസ് സമരി എന്ന് പറയുന്ന ആ ദേശത്തെ കർത്താവിനായി വീണ്ടെടുത്തു. വിശുദ്ധ പൗലോസ് എഫോസസിനെ വീണ്ടെടുത്തു, ലിസ്ത്രായെ വീണ്ടെടുത്തു, ഇക്കോണിയാത്തെ വീണ്ടെടുത്തു. ഗ്രീസിൽ പൗലോസ് വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. അനേകായിരങ്ങൾ യേശുവിൽ വിശ്വസിച്ചു. അവർ കർത്താവിലേക്ക് ആകർഷിക്കപ്പെട്ടു. രാജ്യങ്ങളെയും ദേശങ്ങളെയും വീണ്ടെടുക്കുന്നൊരു അഭിഷേകം തൻ്റെ പ്രവാചകർക്ക് പരിശുദ്ധാത്മാവ് നൽകും. തൻ്റെ മിനിസ്റ്റേഴ്സിനെ, തൻ്റെ അഭിഷിക്തന്മാർക്ക്, തൻ്റെ കുടുംബങ്ങൾക്ക്, അപ്രകാരമുള്ള കപ്പിൾസ്, ദമ്പതിമാർക്ക്, സമർപ്പിതർക്ക്, വന്യവൈദികർക്ക്, എല്ലാവർക്കും കിട്ടില്ല അതിനായി വില കൊടുക്കുന്നവർക്ക്, അതിനുവേണ്ടി ത്യാഗമെടുക്കുന്നവർക്ക്, അതിനായി ആത്മാവിനനുസരിക്കുന്നവർക്ക്, അവനെ സ്നേഹിക്കുന്നവർക്ക് ഈ വീണ്ടെടുപ്പിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവ് നൽകും. ഹെബ്രായ പുസ്തകം 11:33 വചനം. ഹെബ്രായ പുസ്തകം 11:33 എന്താ വചനം പറയുന്നത്? അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി. രാജ്യങ്ങൾ പിടിച്ചടക്കി. കണ്ടു, വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ കർത്താവിനായി പിടിച്ചടക്കി. പരിശുദ്ധാത്മാവ് അവരിലൂടെ പ്രവർത്തിച്ചു. പാട്രിക്കിലൂടെ പ്രവർത്തിച്ചപ്പോൾ അയർലൻഡ് കർത്താവിനായി പിടിച്ചടക്കപ്പെട്ടു. ഫിലിപ്പോസിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ സമരിയ ദേശം മുഴുവൻ കർത്താവിനെ കണ്ടുമുട്ടി. പൗലോസിന്റെ കരങ്ങൾ വഴി അസാധാരണമായ പ്രവർത്തികൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയപ്പോൾ എഫെസസും ലിസ്ത്രായും അതുപോലെ തന്നെ ഇക്കോണിയായും അന്ത്യോഖിയായും എല്ലാം കർത്താവിനെ കണ്ടുമുട്ടി. യൂറോപ്പിലേക്ക് വാതിൽ തുറക്കപ്പെട്ടു. യൂറോപ്പിൽ സഭ രൂപം കൊണ്ടു. അനേകായിരങ്ങൾ യേശുവിൽ വിശ്വസിക്കാൻ ആത്മാവ് ഇടവരുത്തി. സഹോദരങ്ങളെ, വീണ്ടെടുപ്പിന്റെ അഭിഷേകം, ദേശങ്ങളെ വീണ്ടെടുക്കുന്നൊരു അഭിഷേകം പരിശുദ്ധാത്മാവ് തരാൻ പോവുക. ഇതുവരെ കൊയ്തെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വലിയ കൊയ്ത്ത്, ആത്മാക്കളുടെ കൊയ്ത്ത് തൻ്റെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണ്. സഭാ ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത വിധത്തിലുള്ള ഒരു 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 ആത്മീയ കൊയ്ത്തിലേക്ക് തൻ്റെ സഭയെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന വർഷങ്ങളാണ് ഇനി വരുന്ന കൃപയുടെ സംവത്സരങ്ങൾ. യെസ്, ഞാൻ വിശ്വസിക്കുന്നു സഹോദരങ്ങളെ, ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് ദൈവത്തിൻ്റെ വചനം വചനം തെറ്റുപറ്റില്ല. നമുക്ക് തെറ്റുപറ്റും, കർത്താവിൻ്റെ വചനത്തിന് തെറ്റുപറ്റില്ല. സാഹചര്യങ്ങൾ വഴിമാറിപ്പോകും, മനുഷ്യർ മാറിപ്പോകും, സംസ്കാരങ്ങൾ മാറും, ഭാഷകൾ മാറും, രാജ്യങ്ങൾ തന്നെ മാറിപ്പോകും. എന്നാൽ വചനം മാറിപ്പോകുന്നില്ല. ദൈവവചനത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. സ്തുതിക്കുന്നു പറയുമ്പോൾ അഭിഷേകം പ്രാപിച്ചോ, ഏറ്റെടുത്തോ, സ്വീകരിച്ചോ. അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം.
അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം, ആത്മപകർച്ചയിൻ കാലം. യെസ്, ആത്മപകർച്ചയിൻ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ വലിയ റിവൈവലുകൾ, വലിയ അഭിഷേക പകർച്ച, വീണ്ടെടുപ്പിന്റെ അഭിഷേകം, വീണ്ടെടുപ്പിന്റെ അഭിഷേകം, ഇവാഞ്ചലൈസേഷന്റെ അഭിഷേകം പരിശുദ്ധാത്മ വെളിപ്പെടുത്തും. അപ്പോസ്തല പ്രവർത്തനം 19:10. പെട്ടെന്ന് നമുക്ക് വചനം കാണാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19:10 എന്താ വചനം പറയുന്നത്? ഇത് 2 വർഷത്തേക്ക് തുടർന്നു. 2 വർഷക്കാലം എഫെസോസിൽ പൗലോസ് സുവിശേഷം പ്രസംഗിക്കും, വചനം പഠിപ്പിക്കുകയാണ്. ഇത് തുടർന്നു. ഈ 2 വർഷം വചനം തുടർച്ചയായി പ്രസംഗിച്ചു പൗലോസ്ലീഹ. തന്മൂലം എന്ത് സംഭവിച്ചു? ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും, ഉച്ചത്തിൽ പറഞ്ഞ് എല്ലാവരും, പറഞ്ഞ് പോരാ പോരാ, സ്വരമുയർത്തി പറഞ്ഞ് എല്ലാവരും, ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും, യഹൂദരും ഗ്രീക്കുകാരും കർത്താവിന്റെ വചനം കേട്ടു. ഏഷ്യൻ കോണ്ടിനെന്റിലേക്ക്, ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും എന്നാ പറയുന്നത്. അപ്പോ ഏതെങ്കിലും ഒരു പ്രാദേശിക ദേശത്ത് മാത്രമല്ല, ഒരു പ്രാദേശിക സ്ഥലത്ത്, ഒരു ലോക്കൽ പ്ലേസിൽ മാത്രമല്ല, ഒരു കോണ്ടിനെന്റ് മുഴുവൻ, ഒരു രാജ്യം മുഴുവൻ, ജനതകളിലേക്ക് വ്യാപരിക്കുന്ന ഒരു വീണ്ടെടുപ്പിന്റെ അഭിഷേകം പൗലോസിന്റെ കരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. ഏഷ്യയിലുള്ള സകലരും, ആ കോണ്ടിനെന്റ് മുഴുവൻ കർത്താവിന്റെ വചനം കേൾക്കുമാറ് ഹോളി സ്പിരിറ്റ് പ്രവർത്തിച്ചു, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. ഈ വിധമുള്ള ഒരു ആത്മപ്രവർത്തനം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? സഭയിൽ വെളിപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? മിനിസ്ട്രികളിലൂടെ ലോകത്തിൽ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അഭിഷേകം ഏറ്റെടുത്ത് ഇരുകരം എടുത്ത് 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, സ്നേഹത്തോടെ സ്നേഹത്തോടെ വിളിച്ച് ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശങ്ങളെ രാജ്യങ്ങളെയും കർത്താവിനായി വീണ്ടെടുക്കുന്ന അഭിഷേകം, വീണ്ടെടുപ്പിന്റെ അഭിഷേകം, ഇവാഞ്ചലൈസേഷൻ അഭിഷേകം. യെസ്, യെസ്. ആത്മാവ് തിരികെയാണ് തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ദാസിദാസന്മാർക്കായി, തന്നെ സ്നേഹിക്കുന്ന തൻ്റെ കുടുംബങ്ങൾക്കായി, തൻ്റെ ദമ്പതിമാർക്കായി, തൻ്റെ സമർപ്പിതർക്കായി, തൻ്റെ പ്രവാചകർക്കായി, തൻ്റെ അഭിഷിക്തന്മാർക്കായി പരിശുദ്ധാത്മാവ് അഭിഷേകം പകരുകയാണ്, അഭിഷേകം നൽകുകയാണ്. സഹോദരങ്ങളെ, അവസാനമായി 5ാമത്തെ പ്രോമിസ്, 2026 ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആത്മാവ് തരുന്ന പ്രോമിസ്, 5ാമത്തെ വാഗ്ദാനം എന്താണ്? കർത്താവിൻ്റെ പ്രത്യാഗമനത്തിന് മുൻപായി ലോകവ്യാപകമായ ഉണർവ്, ലോകവ്യാപകമായ റിവൈവൽ, വേൾഡ് വൈഡ് റിവൈവൽ, ലോകവ്യാപകമായ ഒരു ഉണർവ് പരിശുദ്ധാത്മാവ് തരുന്നു. കർത്താവിൻ്റെ 2ാം വരവിന് മുൻപായി നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൻ്റെ അടയാളങ്ങൾ ലോകത്തിലും സഭയിലും സംഭവിച്ചു കൊണ്ടിരിക്കുക. കാലം അതിന് അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ശക്തമായ ലോകത്തിൽ വെളിപ്പെടാൻ പോകുന്ന നാളുകൾ, അതിക്ലേശപൂർണമായ സമയങ്ങൾ, പീഡനങ്ങളുടെ കാലങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും ഭീകര ദുരിതങ്ങളുടെയും നാളുകൾ ഇതാ കടന്നു വരാൻ പോകുന്നു. അതിനു മുൻപായി ലോകവ്യാപകമായ ഒരു റിവൈവൽ, അതിന് സഭ പറയുന്നതാണ് പുതിയ പെന്തക്കോസ്ത, 2ാം പെന്തക്കോസ്ത. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സഹോദരങ്ങൾ ആഞ്ഞടിക്കും, ലോകം മുഴുവൻ ആഞ്ഞടിക്കും. ഞാൻ വിശ്വസിക്കുന്നു അനേകം റിവൈവലുകൾ പരിശുദ്ധാത്മ തൻ്റെ സഭയിലൂടെ ലോകത്തിന് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇനി വരുന്ന വർഷങ്ങളിൽ പല ലോക രാജ്യങ്ങളിൽ ശക്തമായ ഉണർവുണ്ടാകും, ആത്മാവിന് റിവൈവലുകൾ ഉണ്ടാകും. നമ്മൾ വചനം പ്രസംഗിച്ചില്ലെങ്കിലും പരിശുദ്ധാത്മ ഡയറക്റ്റ് ഇടപെടാൻ തുടങ്ങും. ഇതൊരു പബ്ലിക് മീഡിയ ആയതുകൊണ്ട് ഞാൻ ചില രാജ്യങ്ങൾ പറയുന്നില്ല. പല രാജ്യങ്ങളിലും നമ്മൾ അറിയുന്നില്ല, അങ്ങനെയുള്ള ന്യൂസുകളൊന്നും മീഡിയകൾ പുറത്തുവിടുന്നില്ല എന്നുള്ളൂ. പല രാജ്യങ്ങളിലും, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും, പല യൂറോപ്പ് രാജ്യങ്ങളിൽ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ, അമേരിക്കൻ രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ഏഷ്യൻ രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തിൽ ശക്തമായ പരിശുദ്ധാത്മാവിന്റെ ഉണർവിന്റെ കാറ്റ് വീശിയടിക്കുന്നുണ്ട്. റിവൈവലുകൾ സംഭവിക്കുന്നുണ്ട്. ജനലക്ഷങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടുമാറ് പരിശുദ്ധാത്മാവ് തന്റെ ജനത്തിന്റെ മേൽ
പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യെസ്, ദ ടൈം ഓഫ് റിവൈവൽ. ഇത് ഉണർവിൻ്റെ സമയമാണ്. ഉണർവിൻ്റെ സമയം. ഹഗായി പ്രവചനം 2:7. കർത്താവിൻ്റെ പ്രത്യാഗമനത്തിന് മുൻപ് ഒരവസരം തൻ്റെ ജനത്തിന് പരിശുദ്ധാത്മ തരികയാണ്. അനുതപിക്കാൻ, മനസ്സാന്തരപ്പെടാൻ, വചനത്തിലേക്ക് വരാൻ, വിശുദ്ധീകരിക്കപ്പെടാൻ, കർത്താവിന് സാക്ഷ്യം നൽകാൻ ഒരവസരം പരിശുദ്ധാത്മ തരുന്ന വർഷങ്ങളാണിത്. ഈ അവസരം നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. നമ്മൾ ഒത്തിരി കരയേണ്ടി വരും, സഹിക്കേണ്ടി വരും. സഹോദരങ്ങളെ, നഷ്ടം സഹിക്കേണ്ടി വരും. കൊടിയ നഷ്ടം നമ്മൾ സഹിക്കേണ്ടി വരും. സാധ്യതകൾ നഷ്ടപ്പെടുത്തരുത്. ഇനി അവസരമുണ്ടെന്ന് പറഞ്ഞേ ലഭിക്കുന്ന അവസരങ്ങളും സാധ്യതകളും നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ വീണ്ടും നിനക്കൊരു അവസരം ഉണ്ടാകുമോ എന്ന് അറിയില്ല. അതൊരു കർത്താവിന് മാത്രമേ അതറിയൂ. അത് ഇസ് എ മിസ്റ്ററി, അതൊരു രഹസ്യമാണ് സഹോദരങ്ങളെ. ഹഗായി പ്രവചനം 2:7 എന്താ വചനം പറയുന്നത്? ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. യെസ്, വേൾഡ് വൈഡ് റിവൈവൽ. ആത്മാവിൻ്റെ ഉണർവ്, ലോകവ്യാപകമായ ആത്മപ്രവർത്തനം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും, ആത്മാവിൻ്റെ പകർച്ച കൊടുക്കും, അഭിഷേക പകർച്ച കൊടുക്കും, മനസാന്തരങ്ങൾ, അനുതാപങ്ങൾ, ഡെലിവറൻസുകൾ, എൻകൗണ്ടർ എക്സ്പീരിയൻസ്. അനേകർക്ക് പരിശുദ്ധാത്മാവ് കൊടുക്കും. കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവം, മനസാന്തരപ്പെടുന്ന അനുഭവം, ദൈവവചനത്തിൻ്റെ തീ പിടിച്ച അനുഭവം. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും എൻ്റെ അസാധാരണമായ പ്രവൃത്തികളിലൂടെ. അതുകൊണ്ട് സഭയുടെ ആദ്യത്തെ മാർപ്പ പത്രോസ്ലീഹ പറഞ്ഞത്, അപ്പോസ്തല പ്രവർത്തനം 2:17 പെട്ടെന്ന് വായിക്കാം. 2:17 ദൈവം അരുളി ചെയ്യുന്ന അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നമ്മൾ പലരും വിശ്വസിക്കുന്നത് സംഭവിച്ചു. ശരി, ഭാഗികമായി സംഭവിച്ചു. ആദ്യ പെന്തക്കോസ്തയിൽ സംഭവിച്ചു. എന്നാൽ ഈ പ്രവചനം പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല സഹോദരങ്ങളെ. പത്രോസ്ലീഹ പറഞ്ഞ ഈ പ്രവചനം പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടുന്നത് കർത്താവിൻ്റെ പ്രത്യാഗമനത്തിന് മുൻപായി ലോകവ്യാപകമായി സംഭവിക്കുന്ന ആ സെക്കൻഡ് റിവൈവൽ, ആ രണ്ടാം പെന്തക്കോസ്ത, പുതിയ പെന്തക്കോസ്തയിലായിരിക്കും. അതുകൊണ്ടാണ് അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പത്രോസ്ലീഹ പറയണമെന്നറിയോ? കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ചാണ്, രണ്ടാം വരവിനെ കുറിച്ച് പിന്നെ പറയുന്നത്. 2:19 വായിച്ച്. ആക്ട്സ് ചാപ്റ്റർ 2:19, 2:19 ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും, രക്തവും അഗ്നിയും ധൂപപടലവും. 20-ാമത്തെ വചനം പറയാണ്, കർത്താവിൻ്റെ മഹിനീയവും പ്രകാശപൂർണമായ ദിനം വരുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രരക്തമായും മാറും. കർത്താവിൻ്റെ മഹിനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിന് മുൻപ്. ഈ ദിനം ഏതാണ്? കർത്താവിൻ്റെ രണ്ടാം വരവാണ്. സെക്കൻഡ് കമ്മിങ്. തൻ്റെ പരിശുദ്ധന്മാരോടുകൂടെ രാജാതി രാജാവായി വാനമേഘങ്ങളിൽ നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകും. അമഹനീയമായ ദിനം വരുന്നതിന് മുൻപ് എല്ലാവരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ലോകവ്യാപകമായ ഉണർവ് കുടുംബങ്ങളിൽ, യുവജനങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ, ദേശങ്ങളിൽ, ജനപദങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ എല്ലാം ഈ ഉണർവിൻ്റെ കാറ്റ് ആഞ്ഞടിക്കും. അനേകം മാനസാന്തരങ്ങൾ ഉണ്ടാകും. 2033 മഹാജൂബിലിക്കായി സഭ ഒരുങ്ങുമ്പോൾ തൻ്റെ സഭയ്ക്ക് കൃപയുടെ 7 സംവത്സരങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ആത്മാവ് തരുന്ന ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ പിന്നൊരു അവസരം നമുക്ക് ലഭിക്കുകയില്ല. കർത്താവ് നമുക്ക് അനുവദിച്ചു തരുന്ന ഈ സാധ്യത നമ്മൾ തള്ളിക്കളഞ്ഞാൽ പിന്നെ നമുക്കൊരു സാധ്യത കിട്ടിയെന്ന് വരില്ല. പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതികൾ മനസ്സിലാക്കി, പരിശുദ്ധാത്മാവിൻ്റെ സ്വപ്നങ്ങൾ തിരിച്ചറിഞ്ഞ്, പരിശുദ്ധാത്മാവ് തരുന്ന ഈ പ്രവചന സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് 2026 ഈ പുതുവർഷത്തിലേക്ക് ആത്മാവിനോട് ചേർന്ന് നമ്മുടെ കർത്താവിൻ്റെ കരം പിടിച്ച് പ്രവേശിക്കാൻ നമുക്കൊരുങ്ങാം. നമ്മുടെ കുടുംബങ്ങൾ ദൈവകൃപയുടെ കുടുംബങ്ങളാകട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ഭവനങ്ങളാകട്ടെ. നമ്മുടെ മിനിസ്ട്രികൾ
ആത്മാവിൻ്റെ മിനിസ്ട്രികളാകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ തലമുറകൾ പരിശുദ്ധാത്മാവിൻ്റേതാകട്ടെ, നമ്മുടെ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഉണർവിൻ്റെ കാറ്റാഞ്ഞ് വീശട്ടെ. ഈ കൃപയുടെ 7 സംവത്സരങ്ങൾ കർത്താവ് നമുക്കായി സമ്മാനിക്കുമ്പോൾ ഏറൊരുക്കത്തോടെ നമുക്ക് ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ടൊരുങ്ങാം. നിങ്ങൾക്ക് ഏവർക്കും 2026 ഈ പുതുവർഷത്തിൻ്റെ സകല നന്മകൾ അനുഗ്രഹങ്ങളും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ തലമുറകളിലും നമ്മുടെ സഭയിലും ലോകം മുഴുവനിലും ഈ പുതുവർഷത്തിൻ്റെ നവചൈതന്യം വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.